ഹായ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ആലിബാബയും 41 കള്ളന്മാരും. 1001 രാവുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണിത്. കേട്ടോ? അപ്പോൾ എങ്കിൽ ആ കഥയിലോട്ട് നമുക്ക് പോവാം. ഇത് പേർഷ്യയിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇതിൽ പേർഷ്യയുടെ വ്യവസായിയുടെ മകനാണ് ആലിബാബയും സഹോദരനായിട്ടുള്ള കാസിമും. പിന്നെ അവിടെ അമ്മ ഉണ്ടായിരുന്നു, ആലിബാബയുടെ അമ്മ, പിന്നെ ഭാര്യ, എല്ലാവരും താമസിച്ചു വരുന്നു. ഒരു ദിവസം ആലിബാബയുടെ അച്ഛൻ വ്യാപാരി മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അവിടെ ചേട്ടനും അനിയനുമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അമ്മയും ആലിബാബയുടെ ഭാര്യയെല്ലാം ഉണ്ടായിരുന്നു. കാസിം എന്ത് ചെയ്തു? സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ആലിബാബയും അമ്മയും എല്ലാം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ എന്ത് ചെയ്തു? വേറൊരു നിവൃത്തിയില്ലാതെ വേറൊരു വീട് തൊട്ടടുത്ത് തന്നെ നിർമ്മിച്ച് അവിടെ താമസമായി ആലിബാബയും അമ്മയും ഭാര്യയും. പിന്നെ ഒരു അടിമയായിട്ടുള്ളൊരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. അന്നൊക്കെ അടിമകളാണ്, ഒരാളെ കാണും വലിയ വീടുകളിൽ. അപ്പോൾ അവരാണ് ജോലികളെല്ലാം ചെയ്യുന്നത്, വീട്ടു ജോലി. അപ്പോൾ ഒരു പെങ്കൊച്ചായിരുന്നു, അപ്പോൾ അവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ മറ്റൊരു വീട്ടിൽ താമസമായി. അങ്ങനെ ഇരിക്കെ ആലിബാബയുടെ ജോലി എന്ന് പറയുന്നത് കാട്ടിൽ പോയി തടികളൊക്കെ എടുത്തിട്ട് അത് വിറ്റാണ് ഉപജീവനം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ തടി എടുക്കാൻ വേണ്ടി കഴുതപ്പുറത്താണ് പോകുന്നത് കേട്ടോ. അപ്പം കഴുതപ്പുറത്ത് പോയ സമയത്ത് പോയിട്ട് തടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറേ കുതിരകളുടെ ഈ കുതിര വരുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളക്കാരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഒളിച്ചിരുന്നപ്പോൾ ഒരു 41 കുതിരകളിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ വന്നതെല്ലാം കൊള്ളസംഘം ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ നേരെ ചെന്നിട്ട് ഒരു വലിയൊരു പാറയുണ്ട്. പാറയുടെ അടുത്തെത്തിയിട്ട് അവിടെ എല്ലാവരും ഇറങ്ങിയിട്ടൊരു മന്ത്രം ചൊല്ലുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാറ നേരെ മാറി ഓപ്പണായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ തുറക്കും പോലെ ആ പാറ അങ്ങ് മാറിക്കൊടുത്തു. അപ്പോൾ അവരെല്ലാം അകത്ത് പോവുകയാണ്. അപ്പോൾ അവരിൽ കുറേ ചാക്കുകെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരുടെ കയ്യിലും. അവരെന്ത് ചെയ്ത്? അവരെവിടെ നിന്നോ കൊള്ള ചെയ്തിട്ട് വരികയാണ്, എവിടെ മോഷണമൊക്കെ ചെയ്തിട്ട്. അവരുടെ ഒരു ഗോഡൗൺ പോലെയാണ്, അവിടെ കൊണ്ടാണ് എല്ലാ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അവർ ഒരു മന്ത്രം ചൊല്ലിയതും ആ പാറ വാതിൽ ഓപ്പണായി. ആൾക്കാരെല്ലാവരും അതിൻ്റെ അകത്തോട്ട് പോയി. അത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് അവർ തിരിച്ചിറങ്ങിയിട്ടൊരു മന്ത്രം ചൊല്ലി. അപ്പോൾ അത് ഡോറ് അടഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും ആലിബാബ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തായാലും കൊല്ലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് കേട്ടോണ്ടിരിക്കുന്ന ആൾ വന്ന് ഓപ്പണാക്കിയിട്ട് സ്വർണ്ണം പണം എല്ലാം എടുത്തുകൊണ്ട് പോകുമല്ലോ. അങ്ങനെ എന്ത് ചെയ്ത്? എന്തായാലും ആ ഓപ്പണാക്കേണ്ട മന്ത്രവും അടയ്ക്കേണ്ട മന്ത്രവും ആലിബാബയ്ക്ക് പിടികിട്ടി. ആലിബാബ എന്ത് ചെയ്തു? അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് മന്ത്രം ചൊല്ലിയപ്പോൾ പാറ ഡോർ ഓപ്പണായി. അങ്ങനെ അകത്ത് പോയിട്ട് നോക്കിയപ്പോഴാണ് കണ്ണ് മഞ്ചളിച്ച് പോയി. അത്രയ്ക്കുള്ള സ്വർണവും പണവും എല്ലാം അങ്ങനെ അവരങ്ങനെ കൂട്ടി വച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എവിടെ നിന്നെങ്കിലുമൊക്കെ മോഷ്ടിക്കും, അവർക്കൊരു ഷെൽട്ടറായിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവർ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്ത്? ആലിബാബ ഡോറ് വെളിയിലിറങ്ങി മന്ത്രം ചൊല്ലി ഡോറും അടച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. കഴുതപ്പുറത്ത് നേരെ വീട്ടിലോട്ട് പോയി. അവിടെ അമ്മയോടും ഭാര്യയുടെ അടുത്തും പിന്നെ അടിമയായിട്ടുള്ള സ്ത്രീയോടും എല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ആരുടെ പറയരുതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നേരെ വീണ്ടും ഒരു ചാക്കുമായിട്ട് പോയിട്ട് ഒരു ചാക്ക് നിറയെ സ്വർണമെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലോട്ടെത്തി. അപ്പോൾ ഈ സ്വർണം എടുത്തത് എത്രയാണെന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ അത് അളവ് വേണ്ടേ? അളവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എത്രയാണ് കിട്ടിയതെന്നൊക്കെ അളന്ന് തിട്ടപ്പെടുത്തണമല്ലോ. അപ്പോൾ അളവെക്കാൻ വേണ്ടി പാത്രങ്ങളൊന്നുമില്ല. അപ്പം നേരെ എന്ത് ചെയ്ത്? അടുത്തുള്ളത് കാസിമാണ്. അപ്പം നേരത്തെ അടിമയായിട്ടുള്ള സ്ത്രീക്ക് അവിടെ കുടുംബ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് കാസിമിനറിയാം. അപ്പം നേരെ കാസിമിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട് ഒരു പാത്രം ചോദിച്ചു, നമുക്കൊരു അളക്കാൻ വേണ്ടി ഒരു പാത്രം വേണമെന്ന് പറഞ്ഞു. അപ്പം കാസിമിന് എന്തോ ഡൗട്ട് അടിച്ചു. അപ്പം ജ്യേഷ്ഠന് എന്തായാലും ഡൗട്ട് അടിച്ചു. എന്തോ ഈ ഒരു മരം വെട്ടുകാരൻ്റെ കയ്യിൽ ഇത്രയും അളക്കാൻ വേണ്ടി എന്താണ് പെട്ടെന്നൊരു പാത്രം ചോദിക്കുന്നത്?
അങ്ങനെ എന്ത് ചെയ്തു, ബുദ്ധിമാനായ കാസിം ആ പാത്രത്തിൻ്റെ അടിയിൽ എന്ത് ചെയ്തെന്നോ, ചെറുതായിട്ടുള്ള ഈ പശ എന്തോ തേച്ച് വെച്ചു കൊടുത്തു വിട്ടു. അങ്ങനെ നേരെ എന്ത് ചെയ്യും, ഈ ലേഡി നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അലിബാബയിൽ പാത്രം കൊടുത്തു. അവരെല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, ഉടനെ തന്നെ ഈ പാത്രം തിരിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്തു. തിരിച്ചു കൊണ്ടുപോയപ്പോഴാണ് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്തു, സ്വർണ്ണ കോയിൻ്റെ ഒരു ചെറിയൊരു സ്വർണ്ണ കോയിൻ അതിൽ ഒട്ടിയിരുന്നു. അത് അലിബാബയെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നേരെ കൊണ്ട് തിരിച്ചു കൊടുത്തു. അപ്പോൾ കാസിമിന് മനസ്സിലായി അവിടെ പുള്ളിക്കാരൻ എവിടെന്നോ സ്വർണ്ണം എന്തോ കിട്ടിയിട്ടുണ്ട്, എവിടെന്നോ കിട്ടിയിട്ട്. അപ്പോൾ രക്ഷപ്പെടാല്ലേ, അപ്പോൾ സഹിക്കത്തില്ലല്ലോ. നേരെ അലിബാബയുടെ അടുത്ത് പോയിട്ട് വിരട്ടി നേരെ ചോദിച്ചപ്പോൾ ഇന്നടുത്താണ് കിട്ടിയതെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തു. പിന്നെ ആ മന്ത്രവും പറഞ്ഞു കൊടുത്തു. അപ്പോൾ നേരെ എന്ത് ചെയ്തു, കാസിം അത്യാഗ്രഹിയായിട്ട് കാസിം കുറേ ചാക്ക് കെട്ടുമായിട്ട് നേരെ അവിടെ പോയി മന്ത്രം ചൊല്ലി ഡോർ ഓപ്പണായി അകത്ത് കയറി. 3-4 ചാക്കുകളിലെല്ലാം സ്വർണങ്ങളും പണവും എല്ലാം കുത്തി നിറച്ചു അത്യാഗ്രഹിയായിട്ടുള്ള കാസിം. അങ്ങനെ എല്ലാം കെട്ടി വെച്ചിട്ട് തിരിച്ച് ഇറങ്ങാൻ വേണ്ടി മന്ത്രം ചൊല്ലിയപ്പോൾ അറിയത്തില്ല, മറന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ നിന്നിട്ട് അവിടെ ഒളിച്ചിരുന്നു. ഇനി ആരെങ്കിലും വന്ന് തിരിച്ച് 41 കള്ളന്മാരാണ് അത് വച്ചിട്ട് പോയത്. അപ്പോൾ എന്തുമാത്രം അവർ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാസിമിനെ കൊല്ലും. അങ്ങനെ പുള്ളിക്കാരൻ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വൈകിട്ടായപ്പോൾ നേരെ ഈ 41 കള്ളന്മാരും വന്ന് അവർ മന്ത്രം ചൊല്ലി നേരെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഒരു 3-4 ചാക്ക് കെട്ടുകൾ ഇരിപ്പുണ്ട്. അപ്പം ഇവർ വച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കറിയാമല്ലോ, എന്തൊക്കെയാണ് വച്ചിട്ടുള്ളതെന്നുള്ളത്. അവർ നേരെ നോക്കി ആരോ ഇതിൻ്റെ അകത്തുള്ളതെന്ന് മനസ്സിലായി. നേരെ അവർ അവിടെ ഫുള്ള് തിരഞ്ഞപ്പോൾ കാസിമിനെ കണ്ടെത്തി. അങ്ങനെ എന്ത് ചെയ്തു, അവർ ഉടനെ തന്നെ തല വെട്ടി കൊന്നു കളഞ്ഞു. എന്നിട്ട് അവർ അവിടെ ഇട്ടിട്ട് തന്നെ അവർ വീണ്ടും വാതിൽ അടച്ചവർ യാത്രയായി. അപ്പോഴാണ് കാസിം നോക്കിയപ്പോൾ രാവിലെ പോയതാണ്, വൈകിട്ടായിട്ട് കാണാതെ വന്ന കാസിമിൻ്റെ ഭാര്യ എന്ത് ചെയ്തു, അലിബാബയുടെ വീട്ടിലോട്ട് വന്നു. കാസിമിനെ കാണാനില്ല, ഭർത്താവിനെ കാണാനില്ല, വിഷമം പറഞ്ഞു. അപ്പോഴത്തേക്ക് അലിബാബയ്ക്ക് മനസ്സിലായി അവിടെ തന്നെ കാണും. അങ്ങനെ ഓടിപ്പോയി നേരെ അലിബാബ പോയി നോക്കിയപ്പോൾ അകത്ത് വാതിൽ തുറന്ന് മന്ത്രം ചൊല്ലി അകത്ത് ചെന്നപ്പോഴത്തേക്ക് തലവെട്ടി കൊന്നിട്ടിരിക്കുന്നു കാസിമിനെ. അങ്ങനെ അവിടെ നിന്ന് പുള്ളിയുടെ ജലമെടുത്ത് അവിടെ നിന്ന് വന്നു. നേരെ എന്ത് ചെയ്തു, ഒരു തുന്നൽക്കാരനെ വിളിച്ചിട്ടാണ് അതെല്ലാം തുന്നിക്കെട്ടി അടക്കം ചെയ്യുകയും ചെയ്തു. അപ്പം ഇതെല്ലാം അപ്പോൾ ഒരാൾക്ക് കൂടി അറിയാം, ആർക്കാണ്, അവിടെയുള്ള തുന്നൽക്കാരനെ അറിയാം. അങ്ങനെ ഈ കള്ളന്മാരെന്ത് ചെയ്തു, നേരെ ഈ തുന്നൽക്കാരനെ കണ്ടെത്തി. അപ്പോൾ ചോദിച്ചപ്പോഴേക്ക് എന്നെ കണ്ണ് കെട്ടിയാണ് കൊണ്ടുപോയെന്നുള്ളത് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അലിബാബ എന്ത് ചെയ്തു, പുള്ളിയെ കണ്ണ് കെട്ടിയിട്ടാണ് ആ സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യിച്ചത്. അപ്പോൾ ഈ ചടങ്ങുകളെല്ലാം ചെയ്യിച്ചത്. അപ്പം സ്ഥലം കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ കൊള്ളസംഘത്തിൻ്റെ നേതാവ് പുള്ളിയെ കണ്ണ് കെട്ടി തന്നെ വിട്ടിട്ട് വീട്, അപ്പം നേരെ പോയി അലിബാബയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. എന്നിട്ട് അവിടെ ഒരു അടയാളം വരച്ചു വെച്ചു ഡോറിൽ. അപ്പോൾ ഈ നേതാവ് 41 പേരിൽ ഒരു നേതാവുണ്ട് ഈ കൊള്ളസംഘത്തിൽ. ആ നേതാവ് 41 ഒരാളെയാണ്, ഒരു കൊള്ളക്കാരനെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചിരുന്നത്. ഈ തുന്നൽക്കാരനെ കാണണം, ആ വീട് കണ്ടെത്തണമെന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്തു, അപ്പം കൊണ്ട് മാർക്ക് ചെയ്തു. തുന്നൽക്കാരൻ്റെ കണ്ണുകെട്ടി വിട്ടാലേ ആ വന്ന വഴി അറിയാൻ പറ്റുള്ളൂ. കണ്ണ് തുറന്നു അല്ലല്ലോ അവിടെ എത്തിയത് നേരത്തെ. അപ്പോൾ അങ്ങനെ പുള്ളി പോയി ആ വാതിൽക്കൽ പോയി വരച്ച് ഒരു അടയാളമൊക്കെ വെച്ചു. അപ്പോൾ ഇത് എന്ത് ചെയ്തു, എന്നിട്ട് തിരിച്ച് വരികയും ചെയ്തു. അപ്പോൾ രാത്രിയിലാണ് ഈ കൊള്ളക്കാർ ഈ സ്ഥലം അന്വേഷിച്ചിട്ട് പോകുന്നത്, ഈ കൊള്ളസംഘത്തിലെ ഒരാൾ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ജോലിക്കാരി എന്ത് ചെയ്തു, വന്ന് നോക്കിയപ്പം അവർക്ക് മനസ്സിലായി. നേരത്തെ അറിയാമല്ലോ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം എല്ലാം
സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുവന്നതെല്ലാം അലിബാബ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്കെന്തോ ഡൗട്ട് അടിച്ചു, വാതിൽക്കൽ പ്രത്യേക ഒരു അടയാളം ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, നേരെ ബുദ്ധിപൂർവ്വം അവിടെയുള്ള ആ ഏരിയയിലുള്ള എല്ലാ വാതിലിലും സെയിം അടയാളം വരച്ചു വെച്ചു. അപ്പോൾ ഇവരെന്തായി, വൈകിട്ട് ഇത് അന്വേഷിച്ച് ആ വാതിൽ നോക്കി ഈ അടയാളം വച്ചിട്ടുണ്ടെന്നുള്ളത് ഓൾറെഡി ഈ തുന്നൽക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാ വാതിലിലും സെയിം അടയാളമുണ്ട്. അങ്ങനെ അവർക്ക് അലിബാബയുടെ വീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ചു പോയി. അങ്ങനെ എന്ത് ചെയ്തു, കൊള്ളസംഘ തലവൻ ആ ഒരു കൊള്ളക്കാരൻ്റെ തല വെട്ടിക്കളഞ്ഞു. അതുപോലെ രണ്ടാമതും ഒരാളെ ഏൽപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, തുന്നൽക്കാരൻ വീണ്ടും പോയി ആ പടിയുണ്ടല്ലോ, കയറുന്ന പടിയെ കുറച്ച് അടിച്ച് പൊട്ടിച്ചു ഇട്ടിട്ട് വന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് ഇന്നതാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്ന്. അങ്ങനെ പോയി നോക്കിയപ്പം ഈ ജോലിക്കാർ വീണ്ടും അത് ബുദ്ധിപൂർവ്വം കണ്ടെത്തി അവിടെയുള്ള എല്ലാ വീട്ടിൻ്റെ വാതിൽ പടി പൊട്ടിച്ചിട്ടു. അപ്പോൾ അങ്ങനെ അതും അവർക്ക് കണ്ടെത്താൻ പറ്റാതെ ആ കൊള്ളക്കാരനെ കൊന്നുകളഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ലാസ്റ്റ് കൊള്ളസംഘത്തിൻ്റെ തലവൻ തന്നെ പറഞ്ഞു, എന്തായാലും ഞാൻ തന്നെ അത് കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് നേരെ തുന്നൽക്കാരനെയും കൊണ്ട് ഒരു മാർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയിട്ട് കൂടെ തന്നെ പോയി അവിടെ അലിബാബയുടെ വീട് കണ്ടെത്തുകയും, അപ്പം ഡയറക്റ്റായിട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ബുദ്ധിമാനായ കൊള്ളസംഘത്തിന് തലവൻ എന്ത് ചെയ്തെന്നറിയാമോ, ഒരു വ്യാപാരിയുടെ വേഷമണിഞ്ഞ് അലിബാബയുടെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു വ്യാപാരിയാണ്, എന്നിട്ട് ഈ ബാക്കിയുള്ള രണ്ടുപേരെ കൊന്നുകളഞ്ഞു. ഈ നേതാവ് ഉൾപ്പെടെ എത്രയാണ്, 3, പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എത്രയാണ്, 38 പേരുണ്ട്. 38 പ്ലസ് 2 പേരെ കൊന്ന് 40, നേതാവ് 41. അപ്പം 38 ഈ വലിയ കലമുണ്ടല്ലോ. അപ്പം എന്നിട്ട് പറഞ്ഞു, ഞാൻ എണ്ണ വിൽക്കുന്ന വ്യാപാരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു 38 വലിയ കലവും കൊണ്ട് അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു ദിവസത്തേക്ക് തങ്ങാൻ വേണ്ടി ഇടം തരണം. അപ്പം മനസ്സലിഞ്ഞ് എന്ത് ചെയ്തു, അലിബാബ പറഞ്ഞു ശരി അവിടത്തേക്ക് തങ്ങിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ ഈ 38 കലങ്ങളും അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇത് ഫുള്ള് എണ്ണയാണ്, അപ്പം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജോലിക്കാരി അറിയാം, ഈ എന്തോ 2 പ്രാവശ്യം കണ്ടതാണല്ലോ അലിബാബയെ അപായപ്പെടുത്താൻ വേണ്ടി നടക്കുന്നെന്നുള്ള രീതിയിൽ അറിയാവുന്ന എന്ത് ചെയ്തു ഈ ജോലിക്കാരി. എന്നിട്ടും ഡൗട്ട് അടിക്കുന്നില്ല, നേരെ അപ്പം എണ്ണയില്ല, അപ്പം എണ്ണ വ്യാപാരിയില്ല, അപ്പോൾ എണ്ണയാണ് വച്ചേക്കുന്നതെന്നുള്ള രീതിയിൽ പാചകത്തിന് കുറച്ച് എണ്ണ എടുക്കാമെന്ന് പറഞ്ഞ് അതൊന്ന് പൊക്കി നോക്കിയപ്പോഴാണ് അതിൽ നിന്നൊരു കള്ളൻ ചോദിച്ചു, നേതാവേ ആയോ എങ്കിൽ വെളിയിലിറങ്ങി നമുക്ക് അലിബാബയെ കൊല്ലാം എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് ജോലിക്കാരി ശബ്ദം മാറ്റി പറഞ്ഞു, ഇല്ല സമയമായിട്ടില്ല പറയാന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇത് നേരെ അലിബാബയുടെ അടുത്ത് ചെന്ന് പറയണം ജോലിക്കാരി. അപ്പോൾ അവരെന്ത് ചെയ്തു, കുറേ എണ്ണ സംഘടിപ്പിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ച് എന്ത് ചെയ്തു 38 കലങ്ങളിൽ ഒഴിച്ചു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് എല്ലാവരും 38 പേരും വെന്ത് മരിച്ചു. അപ്പോൾ ഇത് പെട്ടെന്ന് എന്ത് ചെയ്തു, കൊള്ളസംഘ തലവൻ അറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അനക്കമില്ലാതെ പോയി നോക്കിയപ്പോൾ ഇതാണ് സംഭവിച്ചത്. എന്ത് ചെയ്തു, കൊള്ളസംഘ നേതാവ് എന്ത് ചെയ്തു, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ അലിബാബയ്ക്കൊരു മകൻ ജനിച്ചു, വലുതായി. അപ്പം എന്ത് ചെയ്ത്, അപ്പം ഈ അവിടെ നിന്ന് കൊള്ളസംഘത്തിൻ്റെ നേതാവ് ഓടി രക്ഷപ്പെട്ടെങ്കിലും അവനെങ്ങനെയെങ്കിലും അലിബാബയെ വകവരുത്തണം. അപ്പം ദേഷ്യം ഇരട്ടിച്ചതല്ലാതെ കുറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ മകൻ ഇപ്പം എന്ത് ചെയ്തു, ഈ കാസിം ഉണ്ടല്ലോ, ജ്യേഷ്ഠനായിട്ടുള്ള വലിയച്ഛൻ്റെ ഇത് വ്യാപാരമൊക്കെ നോക്കി നടത്തുകയായിരുന്നു മകൻ, വലുതായി. അങ്ങനെ പുള്ളിക്കാരൻ നോക്കി നടത്തപ്പോൾ എങ്ങനെയെങ്കിലും മകനെ കൂട്ടുപിടിച്ച് ഈ നേതാവ് അലിബാബയെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി അലിബാബയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ടൈമിൽ എന്ത് ചെയ്തു, അപ്പോൾ ഈ ജോലിക്കാരിക്ക് മനസ്സിലായി എന്തായാലും അലിബാബയെ കൊല്ലൂ എന്നുള്ളത്. അപ്പം ഈ ജോലിക്കാരി അവിടെ ഒരു ഡാൻസൊക്കെ കളിക്കുകയാണ്. ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കത്തിയും കൂടെ കയ്യിൽ വെച്ചിരുന്നു. എന്നിട്ട് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞ് ഈ
നേതാവിനെ ഈ ജോലിക്കാരി തന്നെ കുത്തിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആലിബാബയ്ക്ക് ഒരു വിഷമം തോന്നി. പക്ഷെ എന്ത് ചെയ്യാനാണ്, അതില്ലെങ്കിൽ എന്ത് ചെയ്യും, ആലിബാബയെ കൊല്ലും. ഇതെല്ലാ കാര്യങ്ങളും ഈ ജോലിക്കാരി ആലിബാബയും മകനെയും പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ എന്ത് ചെയ്തു, ആ നേതാവ് മരിക്കുകയും, അപ്പം അടിമയായിരുന്നല്ലോ ഈ ലേഡി, ഈ ജോലിക്കാരി. അവർ അടിമത്തത്തിൽ നിന്ന് മാറ്റി അവർക്ക് വേണ്ട ധനസഹായങ്ങളൊക്കെ ആലിബാബ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റി, ആരും എതിരില്ലാതെ. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ആലിബാബയും 41 കള്ളന്മാരും. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.